വ്യാപകമായ പ്രതിഷേധത്തിന് പിന്നാലെ എമ്പുരാൻ സിനിമയിൽ മാറ്റങ്ങൾ വരുത്താൻ തീരുമാനമായിരിക്കുന്നു. ചില ഭാഗങ്ങൾ സിനിമയിൽ നിന്ന് ഒഴിവാക്കും. ചില ഭാഗങ്ങൾ മ്യൂട്ട് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. അണിയറ പ്രവർത്തകർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതായിട്ടാണ് സൂചനകൾ ലഭിക്കുന്നത്. അക്രമ കലാപരംഗങ്ങളിലാണ് മാറ്റം വരുത്താൻ പോകുന്നത്. സൗമ്യ ആർ കൃഷ്ണ വിവരങ്ങളുമായുണ്ട്. സൗമ്യ, സിനിമ ഇറങ്ങിയ മണിക്കൂറുകൾക്കകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ വിവാദം കൊളുത്തി തുടങ്ങിയിരുന്നു. പിന്നീട് അത് കുറച്ചുകൂടി ഗൗരവ സ്വഭാവത്തിലേക്ക് വരുന്നു. ഇപ്പോൾ RSSന്റെ ഭാഗത്തു നിന്ന് ഓർഗനൈസറിൽ നിന്നൊരു ലേഖനം കൂടി വന്നതോടുകൂടി അത്ര ഗൗരവ വിഷയമായി RSS ഇതിനെ കണ്ടുവെന്നും മനസ്സിലായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണോ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് പോകുന്നത്? വലിയ കൂടിയാലോചനകൾക്ക് ശേഷമാണോ ഇത്? ദിവീഷ്, ഹിമ, ഈ മലയാള സിനിമയുടെ സമീപ ചരിത്രത്തിൽ എവിടെയും ഇങ്ങനെയൊരു ചിത്രം ആഘോഷിക്കപ്പെട്ടിട്ടില്ല, ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അത്ര തന്നെ ആവേശത്തോടെ മലയാളികൾ ഒന്നടങ്കം ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിലെത്തി വലിയ ജനസാഗരം തന്നെ ആ സിനിമയെ സ്വീകരിച്ച് നിൽക്കവെയാണ് പെട്ടെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കം പല കോണുകളിൽ നിന്നായി സംഘപരിവാർ സംഘടനകളിലേക്ക് വലിയ പ്രതിഷേധമുയരുന്നത്. ഈ സിനിമ ഹിന്ദു വികാരത്തിനെതിരാണ്, അല്ലെങ്കിൽ ഹിന്ദുക്കളെ അപമാനിക്കുന്ന തരത്തിലാണ് എന്നൊക്കെയുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കമുള്ള പോസ്റ്റുകൾ വന്നു. പിന്നീട് ഈ സിനിമയിലെ പല രംഗങ്ങളും വലിയ രീതിയിൽ ഹിന്ദു മതവികാരം വ്രണപ്പെടുത്തുന്ന രീതിയിലാണെന്നൊക്കെയുള്ള ആക്ഷേപമുയരുന്നു. തൊട്ടു പിന്നാലെ ഇപ്പോൾ നമ്മൾ അറിയുന്നത്, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്, ഇതൊരു വോളണ്ടിയറി മോഡിഫിക്കേഷന് തയ്യാറെടുക്കുകയാണ് എന്നാണ് ഈ സിനിമ. അതായത് ഇത് റീസെൻസറിംഗ് അല്ല, പകരം റീ എഡിറ്റ് ആണ്. റീ എഡിറ്റ് എന്ന് പറയുന്നത് നിർമ്മാതാവ് സ്വമേധയാ ഈ സിനിമയുടെ ചില ഭാഗങ്ങൾ, സമൂഹത്തിൽ നിന്നുമുള്ള ഇത്തരം സമ്മർദ്ദത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ സ്വമേധയാ ഈ സിനിമയുടെ ചില ഭാഗങ്ങൾ ഒന്നുകൂടി എഡിറ്റ് ചെയ്ത് ഇത് റിലീസ് ചെയ്യാനുള്ള ഒരു തീരുമാനമെടുക്കുകയാണ്. അത്തരത്തിലൊരു ധാരണ ഉണ്ടായി എന്നാണ് അണിയറ പ്രവർത്തകർ അടക്കമുള്ളവർ ചർച്ച ചെയ്ത് അത്തരമൊരു ധാരണയിലെത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് അടുത്ത തിങ്കളാഴ്ചയ്ക്ക് ശേഷം ഒരു പക്ഷേ, നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് തിങ്കളാഴ്ചയ്ക്ക് ശേഷം ഒരു പക്ഷേ ഇതുവരെ ഇന്ന് ഈ ദിവസങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന എമ്പുരാന്റെ ആ പതിപ്പായിരിക്കില്ല പുറത്ത് കാണുക, ആളുകളിലേക്ക് എത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് റീസെൻസറിംഗ് അല്ല എന്നുള്ളതാണ് പ്രത്യേകത. പ്രത്യേകിച്ചും സെൻസർ ബോർഡിന്റെ മുന്നിലേക്ക് ഇതെത്തി അവിടെ ഒരു അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്. വീണ്ടും ഈ റീ എഡിറ്റിന് ശേഷം, അതായത് നാളെ സെൻസർ ബോർഡ് അവധിയാണ്, അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഈ തരത്തിലുള്ള ഒരു പുതിയ പതിപ്പ് എത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്.